നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ ദിവസം കുംഭമേളയെക്കുറിച്ച് കിട്ടാവുന്ന ഏകദേശ വിവരങ്ങളും വളരെയധികം ദൃശ്യങ്ങളുമൊക്കെ ചേർത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ വീഡിയോയ്ക്ക് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര ശ്രദ്ധിച്ചിട്ടും സന്യാസിമാരുടെയും മറ്റും ചില ദൃശ്യങ്ങൾ ആ വീഡിയോയിൽ ഉൾപ്പെട്ടതിനാൽ അത് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് വിരുദ്ധമായി വന്നു. അതുകൊണ്ട് തന്നെ അത് പലർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിനാൽ അത്തരം ദൃശ്യങ്ങളെല്ലാം ഒഴിവാക്കി വീണ്ടും ചില തിരുത്തലുകളോടെ കൂടുതൽ ദൃശ്യങ്ങളും ഉൾപ്പെടുത്തി ആ വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യുകയാണ്. നമുക്ക് കുംഭനഗരിയിലെ ആ കാഴ്ചകളിലേക്ക് പോവാം. $144 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഒരു മഹാസംഭവം. ഈ സമയത്ത് അതിൽ പങ്കെടുത്തില്ലെങ്കിൽ നമുക്കോ നമ്മുടെ കുട്ടികൾക്കോ അടുത്ത 144 വർഷം കഴിഞ്ഞുള്ള കുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നത് തീർച്ചയാണ്. അവസാന സമയത്താണെങ്കിലും അവിടെ ഒന്ന് എത്തിച്ചേരുന്നതിനും സ്നാനത്തിൽ പങ്കെടുക്കുന്നതിനും ഈശ്വരാനുഗ്രഹത്താൽ മാത്രം സാധിച്ചു. കുംഭമേളയുടെ പ്രാധാന്യവും പ്രയാഗ്രാജിലേക്കുള്ള യാത്രയും പ്രയാഗ്രാജിലെ കാഴ്ചകളും വെറും 3 മാസം കൊണ്ട് 50 കോടിയോളം ജനങ്ങൾക്കായി യുദ്ധകാലാടിസ്ഥാനത്തിൽ UP സർക്കാർ നടത്തിയ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തേണ്ട ഒരുക്കങ്ങളും സന്യാസിമാരുടെ പ്രത്യേകതകളും കുംഭമേളയ്ക്കെതിരെ പലവിധത്തിലുള്ള പരിഹാസങ്ങളുമായി തെറ്റായ പ്രചരണങ്ങളുമായി മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ വീഡിയോ. നമുക്ക് കുംഭമേളയുടെ ഐതിഹ്യം മുതൽക്ക് തന്നെ ആരംഭിക്കാം. നമ്മുടെ ഹിന്ദു പുരാണങ്ങളനുസരിച്ച് പാലാഴിമഥന കഥയുമായി ബന്ധപ്പെട്ടതാണ് കുംഭമേളയുടെ ഐതിഹ്യം. സംസ്കൃതത്തിൽ ഇതിന് സമുദ്രമന്ഥൻ എന്നാണ് പേര്. പാലാഴിമഥനം കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണല്ലോ. സമുദ്രമഥനത്തിലൂടെ കടഞ്ഞെടുത്ത ആ അമൃത് ഭക്ഷിച്ച് ദുർവാസാ മഹർഷിയുടെ ശാപം മൂലം ജരാനരകൾ ബാധിച്ച ദേവന്മാർക്ക് ജരാനരകൾ മാറി ശാപവിമുക്തി കിട്ടിയ കഥ. പാലാഴിമഥനത്തിനിടെ ഉയർന്നു വന്ന ആ അമൃതിനു വേണ്ടി ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിനിടെ അമൃതകുംഭം അസുരന്മാരുടെ കൈകളിൽ എത്തിപ്പെടാതിരിക്കുന്നതിനായി ഗരുഡൻ ഈ അമൃതകുംഭവുമായി പറന്നു നടന്നു. ഈ അമൃതമായി പറന്നു നടക്കുന്നതിനിടെ ക്ഷീണം സംഭവിച്ചതിനാൽ ആ സമയങ്ങളിൽ ഈ അമൃതകുംഭം പുണ്യതീർത്ഥ സ്ഥാനങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് ഗരുഡൻ വിശ്രമിച്ചു എന്നാണ് കഥ. ഗംഗാനദിയുടെ തീരത്ത് ഹരിദ്വാറിലും ഗോദാവരി തീരത്ത് നാസിക്കിലെ ത്രയംബകേശ്വറിലും ക്ഷിപ്രാനദിയുടെ തീരത്ത് ഉജ്ജയിനിയിലും ഗംഗ, യമുന, ഗുപ്തനദിയായ സരസ്വതി എന്നീ പുണ്യനദികളുടെ സംഗമസ്ഥാനമായ ഇന്നത്തെ പ്രയാഗ്രാജിലുമായിരുന്നു അത്രയത്. ഇത്രയും പ്രാധാന്യമുള്ള 3 പുണ്യനദികളുടെ സംഗമസ്ഥാനമായതുകൊണ്ട് തന്നെ പ്രയാഗ്രാജിനെ തീർത്ഥങ്ങളുടെ രാജൻ എന്നു തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. 12 ദിവസമാണ് അന്ന് ദേവാസുര യുദ്ധം നടന്നത്. ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു വർഷമാണ്. അതുകൊണ്ട് 12 ദിവസം ദേവാസുര യുദ്ധം നടന്നു എന്ന് വിശ്വസിക്കുന്നതിനാലാണ് ഭൂമിയിൽ 12 വർഷം കൂടുമ്പോൾ കുംഭമേള ആഘോഷിക്കുന്നത്. കുംഭം സ്ഥാപിച്ച ആ പുണ്യതീർത്ഥങ്ങളിൽ കുംഭത്തിൽ പുരണ്ട അമൃതിൻ്റെ അംശം കലരുകയും 12 വർഷം കൂടുമ്പോൾ അതാത് തീർത്ഥസ്ഥാനങ്ങളിൽ ആ അമൃതിൻ്റെ സാന്നിധ്യം ഉണ്ടാവും എന്ന വിശ്വാസത്തിലുമാണത്. ഈ സമയത്ത് ദേവന്മാരും ഋഷീശ്വരന്മാരുമൊക്കെ അദൃശ്യരായി ഈ സ്ഥാനങ്ങളിൽ സ്നാനത്തിനെത്തുമെന്നുമാണ് വിശ്വാസം. ഈ സമയത്ത് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സന്യാസിവര്യന്മാരും ഹിമാലയത്തിൽ നിന്നുള്ള യോഗിവര്യന്മാരുമൊക്കെ സ്നാനത്തിനെത്തുകയും ചെയ്യും. ആ പുണ്യത്തിൻ്റെ ഒരു ഭാഗമാവുന്നതിനും കൂടി വേണ്ടിയാണ് അതിൻ്റെ പ്രാധാന്യമറിയാവുന്ന കോടിക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ എത്ര ബുദ്ധിമുട്ട് സഹിച്ചായാലും ഓരോ കുംഭമേള നടക്കുന്ന പ്രദേശത്തേക്കും ഒഴുകിയെത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനപരമായ മനുഷ്യസംഗമം, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മതവുമായി ബന്ധപ്പെട്ട തീർത്ഥാടകരുടെ കൂട്ടായ്മ ആയിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. കുംഭമേളയെ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പ്രതിനിധി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഭാരതത്തിലെ 4 പുണ്യനഗരങ്ങളായ ഹരിദ്വാർ, പ്രയാഗ്രാജ്, ഉജ്ജയിൻ, നാസിക്കിലെ ത്രയംബകേശ്വർ
എന്നിവിടങ്ങളിൽ നടക്കുന്ന ഏറ്റവും വലിയ ഹിന്ദുമത മേളയും ആത്മീയ സമ്മേളനവുമാണ് കുംഭമേള. കുംഭമേള നടക്കുന്ന ഈ 4 സ്ഥലങ്ങളും 4 ദിശകളുടെ പ്രതീകങ്ങളുമാണ്. കുംഭമേളകളെ സാധാരണയായി 3 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: പൂർണ്ണ കുംഭമേള, അർദ്ധ കുംഭമേള, മഹാകുംഭമേള. 12 വർഷത്തിലൊരിക്കൽ ഈ 4 നഗരങ്ങളിലും ഇടവിട്ട് പൂർണ്ണ കുംഭമേളയും 6 വർഷത്തിലൊരിക്കൽ അർദ്ധ കുംഭമേളയും നടക്കുന്നു. ഈ അർദ്ധ കുംഭമേള പക്ഷേ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും മാത്രമാണ് നടക്കുന്നത്. അതേസമയം 144 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേള അലഹബാദിലെ പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുക. ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പുണ്യനദികളായ ഗംഗ, യമുന, സരസ്വതി എന്നീ തീർത്ഥങ്ങളുടെ സംഗമസ്ഥാനമാണ് പ്രയാഗ്രാജ്. അതുകൊണ്ടാണ് തീർത്ഥസംഗമങ്ങളുടെ രാജാവ് എന്ന അർത്ഥത്തിൽ പ്രയാഗ്രാജ് എന്ന പേര് വന്നതും. കുംഭമേളയിലെ കുംഭം എന്നതിൻ്റെ അർത്ഥം കുടം അല്ലെങ്കിൽ കലശം എന്നൊക്കെയാണ്. അമർത്യതയുടെ അമൃത് നിറഞ്ഞ കലശം. മേള എന്നാൽ ഒത്തുചേരുക അല്ലെങ്കിൽ സംഗമിക്കുക എന്നൊക്കെയും അർത്ഥമാക്കാം. ഭാരതത്തിലുടനീളമുള്ള ഹിന്ദു ആശ്രമങ്ങൾക്കും സന്യാസി വര്യന്മാർക്കുമൊപ്പം തത്വചിന്താ ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമായി ഹിന്ദുമത വിശ്വാസികളുടെ വലിയ വലിയ ഒത്തുചേരലുകൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി AD 8-ാം നൂറ്റാണ്ടിൽ ശ്രീ ആദി ശങ്കരാചാര്യസ്വാമികളാണ് കുംഭമേളയ്ക്ക് തുടക്കം കുറിച്ചതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ആദി ശങ്കരാചാര്യസ്വാമികൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജന്മനാടായ കേരളത്തിലുള്ളവർ അദ്ദേഹത്തിന് ആ ഒരു പരിഗണന കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും സംശയമാണ്. ശങ്കരാചാര്യസ്വാമികളുടെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കേരളം വിട്ട് പുറത്തേക്ക് സഞ്ചരിക്കുക തന്നെ വേണം. പുണ്യനദികളിലെ സ്നാനത്തിനൊപ്പം ഋഷിമാരുടെയും സന്യാസിമാരുടെയും ആത്മീയ പ്രഭാഷണങ്ങൾ കേട്ട് അറിവ് നേടുകയും വേണം. ആത്മീയമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ സ്നാനം, ധ്യാനം, ദാനം, യജ്ഞം, തപസ്, പിതൃതർപ്പണം തുടങ്ങിയ മതപരമായ ആചാരങ്ങളും അതോടൊപ്പം ആത്മീയ പരിശീലനങ്ങളും നടത്തി ജനങ്ങളെ ഊർജ്ജസ്വലരാക്കുക, അവരെ സുശക്തമായി സംഘടിപ്പിക്കുക എന്നത് തന്നെയാണ് ഓരോ കുംഭമേളകളുടെയും ഉദ്ദേശം. കുംഭമേള നടക്കുന്നയിടത്തെ വൃത്തികേടുകളും ശൗചാലയങ്ങളിലെ മാലിന്യങ്ങളും നഗ്നതയുമൊക്കെ കാണാൻ പോകുന്നവർക്ക് അത് മാത്രമാണ് ലഭിക്കുക. ഈ കുംഭമേളകളുടെ തീയതികൾ നിശ്ചയിക്കുന്നതിനും ഒരു വിധമുണ്ട്. ഓരോ കുംഭമേള നടക്കേണ്ട സ്ഥലവും അതിൻ്റെ സമയവും ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളുടെ കണക്കുകൂട്ടലുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ദേവന്മാരും അസുരന്മാരും അമൃതിനു വേണ്ടി നടത്തിയ യുദ്ധത്തിൽ അമൃതകുംഭത്തെ സംരക്ഷിക്കുന്നതിനായി സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം എന്നീ ഗ്രഹദേവതകൾ ദേവന്മാർക്ക് അതുല്യമായ സഹായങ്ങൾ നൽകിയത്രേ. രാശിചക്രത്തിൽ ഈ ഗ്രഹങ്ങളുടെ പ്രത്യേക വിന്യാസം സംഭവിക്കുമ്പോഴാണ് ഓരോ കുംഭമേളകളുടെയും സമയം തീരുമാനിക്കുന്നത്. ഇതിൽ വ്യാഴത്തിന് പ്രാധാന്യം കൂടുതലുമാണ്. ഗരുഡൻ അമൃതകുംഭവുമായി പറന്നു നടക്കുന്ന സമയത്ത് വ്യാഴമാണത്രേ ഗരുഡന് വഴികാട്ടിയത്. കുംഭമേള നടക്കുന്ന ഈ സമയങ്ങളിൽ ഈ പുണ്യനദികളിലെ ജലം ദിവ്യശക്തിയാൽ നിറയുന്നുവെന്നും ആ സമയത്തുള്ള സ്നാനം കൊണ്ട് നമ്മുടെ പാവങ്ങളെ ശുദ്ധീകരിച്ച് ആത്മീയമായ പ്രബുദ്ധതയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ഈ സ്നാനം തന്നെയാണ് കുംഭമേളയുടെ ഏറ്റവും പ്രധാനമായ ചടങ്ങും. കുംഭമേളയിലെ ഒരു പ്രധാന പുണ്യസ്നാന ചടങ്ങാണ് ഷാഹി സ്നാൻ അഥവാ രാജകീയ സ്നാനം. ഈ വർഷത്തെ കുംഭമേളയിൽ ഈ ഷാഹി സ്നാൻ എന്നുള്ള പേര് മാറ്റി അമൃതസ്നാൻ എന്നാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഷാഹി സ്നാൻ എന്നുള്ളത് ഒരു ഉറുദു പദമാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് മേൽ മുഗൾ സ്വാധീനം ഉണ്ടായിരുന്ന കാലത്താണ് ഇങ്ങനെയൊരു പേരുണ്ടായത്. അത് നമ്മുടെ ഭാരതീയ സംസ്കാരവുമായി ചേർന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്കൃതത്തിൽ ഇതിന് അമൃതസ്നാൻ എന്ന് പുനർനാമകരണം ചെയ്തതും. ഈ വർഷത്തെ അമൃതസ്നാൻ നടക്കുന്നത് 3 ശുഭദിനങ്ങളാണ്: മകരസംക്രാന്തി, മൗനി അമാവാസി, ബസന്ത് പഞ്ചമി. എല്ലാം കൂടി 6 പുണ്യസ്നാന ദിവസങ്ങളാണുള്ളത്. ആദ്യത്തെ സ്നാനദിനം പൗഷപൂർണിമ. കുംഭമേളയുടെ ആത്മീയ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നതാണ് പൗഷപൂർണിമ. രണ്ടാമത്തേത് മകരസംക്രാന്തി, അമൃതസ്നാനത്തിന് പ്രാധാന്യമുള്ള ദിവസങ്ങളിലൊന്ന്. സൂര്യൻ മകരരാശിയിലേക്ക് മാറുന്നതിൻ്റെ സൂചനയാണിത്. 3 മൗനി അമാവാസി. കുംഭമേളയിലെ ഏറ്റവും പവിത്രമായ സ്നാനദിവസമായി ഈ ദിവസം കണക്കാക്കപ്പെടുന്നു. സ്വർഗീയവും ഭൗമികവുമായ ശക്തികളുടെ സംഗമം ഈ അമൃതസ്നാനത്തിനെ വളരെയധികം പ്രാധാന്യമുള്ളതാക്കുന്നു. ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്നതും അന്നായിരിക്കും. 4 ബസന്ത് പഞ്ചമി. വസന്തത്തിൻ്റെ വരവിനെ ആഘോഷിക്കുന്നതാണിത്. 3ാമത്തെ അമൃതസ്നാന ദിവസവുമാണിത്. 5 മാഘപൂർണിമ. മാഘമാസത്തിലെ പൗർണമി ദിനത്തിൽ വരുന്നതാണിത്. 6 മഹാശിവരാത്രി. ഈ ദിവസത്തെ സ്നാനം കൊണ്ട് മഹാകുംഭമേളയ്ക്ക് സമാപനമാവുകയും ചെയ്യും.
ഈ അമൃതസ്നാന ദിവസങ്ങളിൽ വിവിധ അഖാഡകളിൽ നിന്നുള്ള സന്യാസിമാർ ദേഹം മുഴുവനും ഭസ്മലേപനം ചെയ്ത് രുദ്രാക്ഷമാലകളും ആയുധങ്ങളുമൊക്കെ ധരിച്ച് രാജകീയ പ്രൗഢിയോടെ ഘോഷയാത്രയായി സ്നാനഘട്ടിലേക്ക് മന്ത്രോച്ചാരണങ്ങളോടെ നടന്നു നീങ്ങുന്ന കാഴ്ച വർണ്ണനകൾക്കും അതീതമാണ്. വിവിധ അഖാഡകളിലെ നാഗസാധുക്കൾ പുണ്യനദിയിൽ സ്നാനം ചെയ്യുന്നതോടെയാണ് അമൃതസ്നാൻ ആചാരം തുടങ്ങുന്നത്. ഓരോ അഖാഡകൾക്കും സ്നാനം നിർവഹിക്കുന്നതിന് ക്രമമനുസരിച്ച് പ്രത്യേക സമയവും നിശ്ചയിച്ചിട്ടുണ്ട്. ഹിമാലയത്തിലും വനാന്തർഭാഗത്തും ഗുഹകളിലുമൊക്കെ എല്ലാം ത്യജിച്ച് തപസ്സനുഷ്ഠിക്കുന്ന നാഗസാധുക്കളും അഘോരികളുമൊക്കെ കൂട്ടമായി എത്തുന്നതും ഈ സമയത്താണ്. എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ഈ മഹാത്മാക്കൾക്കായി അവിടെയുള്ള ഭക്തജനങ്ങൾ ഒഴിഞ്ഞു മാറി കൊടുക്കുകയും ചെയ്യും. ഈ സന്യാസി പരമ്പരകൾക്കും അഖാഡകൾക്കുമാണ് മഹാകുംഭമേളയുടെ കൂടുതൽ ചുമതലകളും മേൽക്കൈയുമുള്ളത്. ശങ്കരദശനാമി സമ്പ്രദായത്തിലുള്ള 7 അഖാഡകളും വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള വൈരാഗികൾ എന്നറിയപ്പെടുന്ന 3 അഖാഡകളും ഉദാസീനുകൾ എന്നറിയപ്പെടുന്ന സിഖ് പരമ്പരയിൽപ്പെട്ട 3 അഖാഡകളുമാണുള്ളത്. ഈ അഖാഡകളെപ്പറ്റിയും സന്യാസിമാരുടെ പ്രത്യേകതകളെപ്പറ്റിയും വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ 13 അഖാഡകൾക്കും ചുമതലക്കാരായി ഓരോ മഹാമണ്ഡലേശ്വർമാർ ഉണ്ടായിരിക്കും. അവരുടെ നേതൃത്വത്തിലാണ് ഈ സ്നാനകർമ്മങ്ങളും മറ്റ് ചടങ്ങുകളുമൊക്കെ നിർവഹിക്കപ്പെടുക. ഓരോ അഖാഡകളുടെ ആശ്രമങ്ങളിലും ഈ ദിവസങ്ങളിൽ ആത്മീയ പ്രഭാഷണങ്ങളും പൂജകളും ഹോമങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നടക്കുകയും ചെയ്യും. ഈ ആശ്രമങ്ങളിൽ എത്തുന്നവർക്ക് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഇവർ കൊടുക്കുകയും ചെയ്യും. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്കായി ചില സംഭാവനകൾ നൽകുകയുമാവാം. ഒന്നിനും ആരെയും നിർബന്ധിക്കില്ല. ഇത്രയുമാണ് കുംഭമേളയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങൾ. കുംഭമേളയിൽ പങ്കെടുക്കുന്നവർ മറ്റുള്ളവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ പരസ്പരം ശ്രദ്ധിക്കാറില്ല. നാഗസാധുക്കൾ നഗ്നരായി വരുന്നത് അവരുടെ ആചാരപരമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സ്നാനം നടത്തുന്നതിനാണ്. ഇവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. ഒരാൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മറ്റാരും ശ്രദ്ധിക്കാറില്ല. ശാരീരികമായ ആഗ്രഹങ്ങളില്ല, അത്തരം ചിന്തകളുമില്ല. ലിംഗഭേദമന്യേ സമത്വമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഒരുപക്ഷെ ലോകത്തിൽ ഇത്തരത്തിലൊരു സന്ദർഭം ഈ കുംഭമേളയിൽ മാത്രമാണ് കാണാൻ സാധിക്കുക. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നാനാത്വത്തിൽ ഏകത്വം എന്ന് വാദിക്കുന്ന ഞാൻ ഉൾപ്പെടുന്ന മലയാളികൾക്ക് അതെന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ഇത്തരം യാത്രകൾ നല്ലതാണ്. ഈ യാത്രകൾ നമുക്കെപ്പോഴും സമ്മാനിക്കുന്നത് മറക്കാനാവാത്ത അനുഭവങ്ങളും അറിവുകളുമായിരിക്കും. നമുക്കിനി പ്രയാഗ്രാജിലേക്കുള്ള യാത്രയും അവിടുത്തെ ബാക്കി വിശേഷങ്ങളുമൊക്കെ ഒന്ന് കാണാം. പ്രയാഗ്രാജിലേക്കുള്ള യാത്രയ്ക്കായി ട്രെയിൻ ടിക്കറ്റ് നോക്കിയെങ്കിലും വർദ്ധിച്ച തിരക്ക് മൂലം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടിയും വന്നു. ഫെബ്രുവരി 14-ാം തീയതി വൈകുന്നേരം 7 മണിക്കാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും പുറപ്പെട്ടത്. കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു രാത്രി ഭുവനേശ്വറിലും പിറ്റേന്ന് പകൽ ഡൽഹിയിലും കുറച്ച് സമയം ചെലവഴിക്കേണ്ടി വന്നു. ഡൽഹിയിൽ നിന്നും വാരണാസിയിലേക്കായിരുന്നു പോയത്. അവിടെ അസാധാരണമായ തിരക്കായതിനാൽ കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനമൊന്നും സാധിച്ചുമില്ല. 2 ദിവസം അവിടെ ചെലവഴിച്ചതിന് ശേഷം 18-ാം തീയതി രാവിലെ പ്രയാഗ്രാജിലേക്ക് പുറപ്പെട്ടു. ആ യാത്രയും അത്ര നിസ്സാരമായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ അസാധാരണമായ തിരക്ക്. എല്ലാവരും ടി വിയിലും പേപ്പറിലുമൊക്കെ ഈ ഒരു കാഴ്ച കണ്ടിരിക്കുമല്ലോ. ആ കാഴ്ചകളേക്കാൾ ഭീകരമായിരുന്നു അത്. ഒരു തരത്തിൽ അല്പം സാഹസികമായി തന്നെ വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മഹാകുംഭ് സ്പെഷ്യൽ ട്രെയിനിൽ ചാടിക്കയറി. സൈഡ് സീറ്റ് കിട്ടിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അത്ര അനവധി തിരക്ക്. ട്രെയിനിൻ്റെ ബാത്റൂമുകളിൽ പോലും ജനം നിറഞ്ഞിരിക്കുന്നു. 2.5 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ട്രെയിൻ പല സ്റ്റേഷനുകളിലും പിടിച്ചിട്ട് ഏതാണ്ട് 6 മണിക്കൂർ കൊണ്ടാണ് പ്രയാഗ്രാജിനടുത്തുള്ള ജൂസി എന്ന സ്റ്റേഷനിലെത്തിയത്. അവിടെ നിന്നും ഒരു ഓട്ടോറിക്ഷ തരപ്പെടുത്തി. ആ തിരക്കിനിടയിൽ സാഹസികമായി ഇടറോഡുകളിലൂടെ അയാൾ കുംഭനഗരിയിലെ ഒരു സെക്ടറിലേക്ക് എത്തിച്ചു. എനിക്കവിടെ താമസ സൗകര്യം ലഭിച്ചിരുന്നത് 12-ാമത്തെ സെക്ടറിലുള്ള ജൂനാഖാഡയുടെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സ്വാമി ആനന്ദവന മഹാമണ്ഡലേശ്വറായിട്ടുള്ള കാളികാപീഠം എന്ന ആശ്രമത്തിലായിരുന്നു. ഈ കുംഭനഗരിക്കുള്ളിലേക്ക് പുറത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഞാൻ ഇറങ്ങിയ സ്ഥലത്ത് നിന്നും ഏതാണ്ട് 8 കിലോമീറ്ററോളം ദൂരമുണ്ട് 12-ാമത്തെ സെക്ടറിലേക്ക്. ഈ കുംഭനഗരിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതിനായി ബൈക്കുകളും ഇലക്ട്രിക് റിക്ഷകളുമൊക്കെ ലഭ്യമാണ്. എങ്കിലും കുറച്ചു ദൂരം നടന്നതിന് ശേഷമാണ് ഒരു ബൈക്ക് തന്നെ കിട്ടിയത്. അങ്ങനെ സന്ധ്യയോടെ കാളികാപീഠത്തിലേക്കെത്തി. സ്വാമിജിയെ കണ്ടതിന് ശേഷം പിന്നെ അന്ന് അവിടെ തന്നെ വിശ്രമിച്ചു. താമസത്തിനായി താൽക്കാലിക ടെൻറ്റുകളും ഭക്ഷണ സൗകര്യവും ടോയ്ലറ്റുകളുമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് പ്രധാന സ്നാനഘട്ടമായ ത്രിവേണി സംഗമത്തിലേക്ക് സ്നാനത്തിനായി പോയത്.
ഏതാണ്ട് 9 കിലോമീറ്ററോളം ദൂരമുണ്ട് 12ാമത്തെ സെക്ടറിൽ നിന്നും. കുംഭനഗരിയിലെ കാഴ്ചകളെല്ലാം കാണാമല്ലോ എന്ന് കരുതി അങ്ങോട്ടേക്ക് നടന്നാണ് പോയത്. മഴക്കാലം കഴിയുമ്പോൾ ഗംഗാനദിക്ക് മധ്യത്തിലായി ഉയർന്നു വരുന്ന വിശാലമായ ആ ഒരു മണൽപ്പരപ്പിലാണ് ഈ കുംഭനഗരി നിർമ്മിച്ചിരിക്കുന്നത്. ഭാരതത്തിലുടനീളമുള്ള ആശ്രമങ്ങളുടെ പേരിലുള്ള 10,000-കണക്കിന് ആശ്രമങ്ങളാണുള്ളത്. അതുപോലെ ഒരു നഗരത്തിലേക്ക് ആവശ്യമുള്ള എല്ലാവിധ സംവിധാനങ്ങളും താൽക്കാലികമായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഏതാണ്ട് 15 കിലോമീറ്ററോളം നീണ്ടു നിവർന്നു കിടക്കുന്ന മേളനഗരിയെ 25 സെക്ടറുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓരോ സെക്ടറുകളിലും പ്രത്യേകം റോഡുകൾ, പോലീസ് സ്റ്റേഷനുകൾ, ഫയർ സ്റ്റേഷനുകൾ, ആശുപത്രികൾ, മറ്റു സർക്കാർ സംവിധാനങ്ങൾ എല്ലാമുണ്ട്. ആശ്രമങ്ങളുടെയും പൊതുസംവിധാനങ്ങളുടേതുമായി ഏതാണ്ട് 1.5 ലക്ഷത്തോളം ടെൻറ്റുകൾ താമസ സൗകര്യത്തിനായി മാത്രം ഒരുക്കിയിരുന്നു. അത്രത്തോളം തന്നെ ടോയ്ലറ്റുകളും. ഇവിടെ വഴികൾ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഒന്ന് കാണണം. കട്ടിയുള്ള ഇരുമ്പ് തകിടുകൾ വലിയ ബോൾട്ടുകൾ ഉപയോഗിച്ച് നിലത്തുറപ്പിച്ചിരിക്കുകയാണ്. ഇതിനു മുകളിലൂടെ ലോറികൾക്ക് പോലും അനായാസം കടന്നു പോവുകയും ചെയ്യാം. ഓരോ കവലകളിലും പ്രത്യേകം ബഹുഭാഷകളിലുള്ള സൈൻ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. വൈദ്യുതിക്കായി മാത്രം ഏതാണ്ട് 52,000-ഓളം വൈദ്യുത പോസ്റ്റുകൾ, 70,000 LED ബൾബുകൾ, 20,000-ഓളം ഓട്ടോമാറ്റിക് സോളാർ ഹൈബ്രിഡ് ലൈറ്റുകൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2 ലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് പ്രതിദിന ഉപഭോഗമുണ്ടാവുക. 45 ദിവസത്തെ പരിപാടിക്കായി ഏതാണ്ട് 30 കോടി രൂപയാണ് ഇതിന് മാത്രം കണക്കാക്കിയിരുന്നത്. അതുപോലെ മേളപ്രദേശം മുഴുവനും വെള്ളം എത്തിക്കുന്നതിനായി 1249 കിലോമീറ്ററോളം നീളുന്ന പൈപ്പുകളുടെ ഒരു ശൃംഖലയാണ് തയ്യാറാക്കിയിരുന്നത്. പാതയോരങ്ങളിലും അഖാഡ ക്യാമ്പുകളിലും അഡ്മിനിസ്ട്രേറ്റീവ് ടെൻറ്റുകളിലുമായി 56,000-ഓളം വാട്ടർ കണക്ഷനുകൾ, 6,500 സ്റ്റാൻഡിംഗ് പൈപ്പുകൾ, അതും ഓരോ 100 മീറ്റർ ഇടവിട്ടുമുണ്ട്. കൂടാതെ ശുദ്ധജലത്തിനായി RO ഫിൽട്ടറുള്ള 200-ലധികം വാട്ടർ ATMകൾ. ക്ലോറിനേറ്റ് ചെയ്ത ഭൂഗർഭജലം സ്റ്റാൻഡിംഗ് പോസ്റ്റുകളിലൂടെയും ടെൻറ്റുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ടാപ്പുകളിലൂടെയും നൽകുന്നു. അതുപോലെ മികച്ച കണക്ടിവിറ്റിക്കായി വിവിധ ഭാഗങ്ങളിലായി 78-ഓളം മൊബൈൽ ടവറുകളും ഉണ്ടായിരുന്നു. നദിക്ക് കുറുകെ സഞ്ചരിക്കാനായി 30-ലധികം താൽക്കാലിക പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പോണ്ടൂൺ പാലങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയായിരുന്നു അത്. മറ്റൊരു വലിയ അത്ഭുതം എന്തെന്നാൽ ഈ കാണുന്ന സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് വെറും 3 മാസങ്ങൾ കൊണ്ടാണെന്ന് ഓർക്കണം. കാരണം ഒക്ടോബർ ആവുമ്പോഴേക്ക് മാത്രമേ നദിയിലെ ജലനിരപ്പ് താഴൂ. മഴക്കാലത്ത് ഈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ പകുതിയോളം ഇവിടെ വെള്ളമുണ്ടായിരിക്കും. 10,000-കണക്കിന് വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ രാപകലില്ലാതെ അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. ശരിക്കും നമുക്ക് വിശ്വസിക്കാനാവില്ല. ഇനി സുരക്ഷാ സംവിധാനങ്ങളാണെങ്കിൽ UP പോലീസ്, അർദ്ധസൈനിക സേന, ദേശീയ ദുരന്ത നിവാരണ സേന, പട്ടാളക്കാർ, മറ്റു സഹായ യൂണിറ്റുകൾ, ഇവരുടെയൊക്കെ മേലധികാരികൾ എന്നിങ്ങനെ മഹാകുംഭമേളയുടെ സുരക്ഷയ്ക്കായി ഏതാണ്ട് 40,000-ഓളം ഉദ്യോഗസ്ഥരെ തന്നെ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്ഷമയോടെയുള്ള ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളും പറയാതെ വയ്യ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള ക്യാമറകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് പഴുതടച്ചുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. ഒരു ഇല അനങ്ങിയാൽ പോലും അറിയുമെന്ന് പറയുന്നത് പോലെ ഓരോ ഭാഗത്തെയും തിരക്ക് നിയന്ത്രിക്കുന്നതും തിരക്ക് വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് വഴികൾ ബ്ലോക്ക് ചെയ്ത് ആളുകളെ തിരിച്ചുവിടുന്നതുമെല്ലാം AI ടെക്നോളജി ഉപയോഗിച്ചാണ്. 50 കോടിക്ക് മേൽ ആളുകൾ വന്നുപോയ ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെട്ട ഒരേ ഒരു ദിവസം മാത്രമാണ് ഒരപകടമുണ്ടായിരിക്കുന്നത്. അതും അനാവശ്യമായി ജനങ്ങൾ തന്നെ തിക്കും തിരക്കും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഉണ്ടാക്കിയത് മൂലം മാത്രം. നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ എന്നറിയില്ല. എവിടെയെങ്കിലും അനാവശ്യമായി ചപ്പുചവറുകളും മാലിന്യങ്ങളുമൊക്കെ നിരന്നു കിടക്കുന്നത് കണ്ടോ? എല്ലായിടവും അത്ര വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത്രയും ജനങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണെന്ന് കൂടി ഓർക്കണം. പാതയോരങ്ങളും മറ്റും കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കും. അതുപോലെ തന്നെ ആശ്രമങ്ങളിലെയും ഓരോ കടകളുടെയും ഒക്കെ ഭാഗങ്ങൾ അവരവർ തന്നെ വൃത്തിയാക്കി മാലിന്യങ്ങൾ പ്രത്യേകം കവറുകളിലാക്കി കെട്ടി സൂക്ഷിച്ചു വയ്ക്കുകയും വേണം. അവയൊക്കെ കൃത്യമായ ഇടവേളകളിൽ വണ്ടികളിൽ വന്ന് കൊണ്ടുപോവുകയും ചെയ്യും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അസാധാരണമായൊരു തിരക്കാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു തിരക്ക് അവിടെ വരുന്നവരെ ഒട്ടും ബാധിക്കുന്നില്ല എന്നതാണ് അത്ഭുതം. ഗംഗാനദിക്ക് കുറുകെ അക്കരെ കടന്നതിന് ശേഷം വേണം ത്രിവേണി സംഗമത്തിലേക്ക് പോകാൻ. സ്നാനഘട്ടിലേക്ക് അടുക്കും തോറും തിരക്കും വർദ്ധിച്ചു വരുന്നു. നാനാഭാഗത്തു നിന്നും ആളുകൾ ഒഴുകുകയാണ്. ഈ തിരക്ക് നിയന്ത്രിക്കാനായി ചില പാലങ്ങളും വഴികളുമൊക്കെ പെട്ടെന്ന് അവരടച്ചു കളയും. പിന്നീട് കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങി വേണം ഈ ജനങ്ങൾക്ക് സ്നാനഘട്ടിലേക്ക് എത്താൻ. ആ സമയം കൊണ്ട് ഇവിടുത്തെ തിരക്കൊഴിയുകയും ചെയ്യും.
അങ്ങനെ നടന്ന് നടന്ന് സ്നാനഘട്ടിലേക്ക് എത്തി. ഈ ഒരു ഭാഗത്ത് മാത്രം ലക്ഷക്കണക്കിന് ആളുകളാണ് സ്നാനം നടത്തുന്നത്. ടി വിയിലും മറ്റും വൃത്തികേടുകളായി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആളുകൾ നദിയിലേക്ക് ഒഴുക്കി വിടുന്ന പൂക്കളും വിളക്കുകളും മറ്റുമാണ്. അതിനൊരു ദോഷവും ഉള്ളതുമല്ല. പക്ഷേ അതെല്ലാം ട്രാഷ് സ്കിമ്മർ മെഷീൻ ഉപയോഗിച്ച് അപ്പപ്പോൾ വൃത്തിയാക്കുന്നുമുണ്ട്. അത് പിന്നീട് നിശ്ചിത സ്ഥാനങ്ങളിൽ സംസ്കരിക്കുകയും ചെയ്യും. ആ ഒരു മെഷീനാണ് ഇവിടെ കാണുന്നത്. അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കൃത്യമായ അകലത്തിൽ ഫ്ലോട്ടിംഗ് ഫെൻസിങ്ങുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ മീറ്റർ ഇടവിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ കാവലുമുണ്ട്. നദിയിൽ ബോട്ടിലും മറ്റുമായി ഗാർഡുകൾ വേറെയും. അവിടെ വരുന്നവരോട് അനാവശ്യമായ ഒച്ചയിടലുകളില്ല, ശകാരങ്ങളില്ല, തള്ളിവിടലുകളില്ല. തികച്ചും സമാധാനപരം. അത്ഭുതപ്പെടുത്തിയ മറ്റൊരു വലിയ കാര്യം, ശക്തമായ ഒരു പോസിറ്റീവ് എനർജി ഇവിടെ എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അറിയാൻ സാധിക്കും. സുഖകരമായ ഒരു സുഗന്ധം ഈ പ്രദേശമെങ്ങും നിറഞ്ഞു നിൽക്കുന്നു. സ്നാനഘട്ടിലൊന്ന് മുങ്ങി നിവർന്നപ്പോഴേക്കും ശരിക്കും ഒരു പുതിയ ജീവൻ കിട്ടിയതുപോലെ തന്നെയാണ് അനുഭവപ്പെട്ടത്. അത്രയ്ക്ക് ഉണർവ്. ശരീരവും മനസ്സുമാകെ ഒരു ശാന്തത നിറഞ്ഞു കഴിഞ്ഞു. മുൻപേ പറഞ്ഞല്ലോ, ഇവിടെ സ്ത്രീ പുരുഷ ഭേദങ്ങളില്ല. വസ്ത്രം മാറാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും പലരും ഒഴിഞ്ഞ സ്ഥലങ്ങൾ നോക്കി വസ്ത്രങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. അനാവശ്യമായ തുറച്ചുനോട്ടങ്ങളില്ല. ഒരു സ്ത്രീക്ക് അവരുടെ കുടുംബത്തിൽ എങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുന്നുവോ അതുപോലെ തന്നെ ഇവിടെയുമാവാം. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മറ്റൊരു കാര്യമാണ്. ഇവിടെ ഫേസ്ബുക്കിലും മറ്റും ഒരു സ്ത്രീയുടെ ഫോട്ടോ കണ്ടാലോ അവരുടെ വസ്ത്രം അല്പം മാറിക്കിടക്കുന്നത് കണ്ടാലോ അസഭ്യമായതും അനാവശ്യവുമായ കമൻറ്റുകളുമായി വരുന്ന ഫേസ്ബുക്ക് അമ്മാവന്മാരും ഞരമ്പ് രോഗികളുമൊക്കെ ഇവിടെ വന്ന് ഒന്ന് കാണുക തന്നെ വേണം. അതോടെ അവരുടെ സകലവിധ അസുഖങ്ങളും മാറിക്കിട്ടും. ഇതിലൊന്നും ഒരർത്ഥവുമില്ല എന്ന് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ ഈ നദിയിലെ ജലത്തിനാണെങ്കിൽ പോലും ദുർഗന്ധമോ ഒന്നുമില്ലതാനും. അതുപോലെ ഞാൻ കുളിക്കാനായി ഇറങ്ങിയപ്പോൾ ഒരു പരിചയവുമില്ലാത്ത ഒരാളായിരുന്നു എൻ്റെ സാധനങ്ങളും ബാഗുമൊക്കെ സൂക്ഷിച്ചിരുന്നത്. ആ ബാഗിനുള്ളിലാണ് എൻ്റെ ഫോണും ക്യാമറയും പൈസയും എല്ലാം ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ മറ്റൊരിടത്താണെങ്കിൽ നമ്മൾ അത്രയും ധൈര്യത്തോടെ ഒരു പരിചയമില്ലാത്ത ആളുടെ കയ്യിൽ അത് ഏൽപ്പിച്ചു പോവുകയുമില്ല. കാരണം കുളിക്കണമെങ്കിൽ എനിക്ക് വേറെ നിവൃത്തിയുമില്ലായിരുന്നു. ഏതാണ്ട് ഒരു 100 മീറ്ററോളം മാറിയാണ് സ്നാനഘട്ട്. തോർത്തുമുണ്ടുമായി തിരിച്ചു പോരേണ്ടി വരുമോ എന്നൊരു സംശയം എൻ്റെ ദുഷ്ടമനസ്സിലുണ്ടായി എന്നത് സത്യമാണ്. പക്ഷേ ആ ഒരു സംശയം അസ്ഥാനത്തായിരുന്നുവെന്ന് കയറി വന്നപ്പോൾ മനസ്സിലായി. വിലയേറിയ സമയം കളഞ്ഞ് എനിക്കായി കാത്തുനിന്ന ആ നല്ല മനുഷ്യന് നന്ദി പറഞ്ഞ് ഞാൻ പതിയെ തിരിഞ്ഞു നടന്നു. അനാവശ്യമായൊരു ചിന്ത വന്നതിന് മനസ്സുകൊണ്ടാണെങ്കിലും ആ ഒരു മനുഷ്യനോട് ക്ഷമ പറഞ്ഞു. അതുപോലെ എത്രയോ അനുഭവങ്ങൾ, പ്രതിഫലേച്ഛയില്ലാത്ത നിരവധി സഹായങ്ങൾ. അവിടെ നിന്നും തിരികെ ആശ്രമത്തിലെത്തിച്ചത് ഒരു ബൈക്കുകാരനായിരുന്നു. അതും നയാ പൈസ എന്നോട് കൂലിയായി വാങ്ങാതെ. കൂടെയുള്ള കൂട്ടുകാരനെ താഴെ ഇറക്കിയാണ് അയാൾ എന്നെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയത്. ഏതാണ്ട് 8-9 കിലോമീറ്ററോളം ദൂരമുണ്ടായിരുന്നു അവിടുന്ന്. ഇടയ്ക്ക് വഴി തെറ്റിയതിനാൽ വീണ്ടും 2-3 കിലോമീറ്ററോളം കറങ്ങേണ്ടി വന്നു ആശ്രമത്തിലേക്ക് എത്താൻ. അവിടെ എത്തിയതിന് ശേഷം ഞാൻ പൈസ കൊടുക്കാനായി പേഴ്സ് എടുത്തെങ്കിലും അയാൾ കൈകൊണ്ട് വിലക്കിയതിന് ശേഷം പറഞ്ഞു, ഞാൻ നിങ്ങളോട് പൈസ ആവശ്യപ്പെട്ടില്ലല്ലോ. നിങ്ങൾ നടന്ന് ക്ഷീണിച്ചു വരുന്നത് കണ്ടപ്പോൾ ഒന്ന് സഹായിക്കണമെന്ന് കരുതി, അത്രമാത്രം. എനിക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്നുണ്ട്, അത് മതി. നിങ്ങൾ പോയി ആഹാരം കഴിച്ച് വിശ്രമിക്കൂ. പെട്രോൾ പൈസയെങ്കിലും വാങ്ങാൻ പറഞ്ഞെങ്കിലും അയാൾ ചിരിച്ചുകൊണ്ട് മടങ്ങി. അയാൾ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് എന്നെ കാണുന്നത്. ഈ സമയം അത്രയും അയാൾ ഇറക്കിവിട്ട അയാളുടെ കൂട്ടുകാരൻ അയാളെയും പ്രതീക്ഷിച്ച് വഴിയരികിൽ നിൽക്കുകയുമാണ്. ആ ഒരു നന്മയോർത്ത് നെഞ്ചിലെവിടെയോ ഒരു ചെറിയ കുത്തൽ അനുഭവപ്പെട്ടു. ഒരു നിമിഷം കണ്ണെന്ന് നിറഞ്ഞു. സത്യത്തിൽ വിശന്നിട്ട് നടക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ. അന്ന് പിന്നെ എങ്ങും പോയില്ല. ഊണൊക്കെ കഴിഞ്ഞ് സ്വാമി ശ്രീ ആനന്ദവനം പറയുന്ന കാര്യങ്ങളും കേട്ടുകൊണ്ട് ആശ്രമത്തിൽ തന്നെ വിശ്രമിച്ചു. പ്രായം അധികമൊന്നുമില്ല അദ്ദേഹത്തിന്. പക്ഷേ അറിവിൻ്റെ ഒരു ഭണ്ഡാരം തന്നെയാണ് അദ്ദേഹം. തീർച്ചയായും നമ്മൾ കേരളീയർക്ക് അഭിമാനിക്കാം. ഇനി നമ്മൾ കുറേയായി കേൾക്കുന്ന കുറേ കാര്യങ്ങൾക്കുള്ള മറുപടി കൂടിയാണ്. കോടിക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഈ കുംഭമേളയിലെ ഏറ്റവും വലിയ വെല്ലുവിളിയും ശുചീകരണം തന്നെയായിരുന്നു. അടിച്ചു വാരാനും മറ്റുമായി ആയിരക്കണക്കിന് ആളുകൾ. ടോയ്ലറ്റുകളിലെ മലിനജലം ഗംഗയിലേക്ക് ഒഴുകുന്നു, ഗംഗ മുഴുവനും കോളിഫോം ബാക്ടീരിയ ആണെന്നും ചിലർ പറഞ്ഞു കേൾക്കുന്നു. ആയിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ ഒന്ന് പറയാം, കുംഭമേള കാരണം ഗംഗയിൽ ടോയ്ലറ്റ് മാലിന്യങ്ങൾ നിറയുന്നില്ല എന്ന്. കാരണം ഇവിടെ ഒരുപാട് ദൂരം നടന്നു തന്നെ ഇവിടുത്തെ സംവിധാനങ്ങൾ ഞാൻ കണ്ടതാണ്. 10,000-കണക്കിന് ടോയ്ലറ്റുകൾ എന്ന് പറഞ്ഞതും വെറുതെയല്ല. ടോയ്ലറ്റ് വേസ്റ്റുകൾ പ്രത്യേകം ടാങ്കുകളിലേക്കാണ് സംഭരിക്കുന്നത്. ഈ ടാങ്കുകൾ നിറയുന്നതിനനുസരിച്ച് ഓരോ ഭാഗത്തു നിന്നും
വാഹനങ്ങളിൽ ടാങ്കറുകൾ ഘടിപ്പിച്ചു കൊണ്ടുവന്ന് അവ നീക്കം ചെയ്ത് സംസ്കരിക്കുകയും ചെയ്യും. ശുചിത്വത്തിനായി മാത്രം 1 കോടി ലിറ്ററിലധികം ക്ലീനിംഗ് ലൈനുകൾ ഉപയോഗിച്ചു കഴിഞ്ഞു. ടോയ്ലറ്റ് ശുചിത്വത്തിനായി ഒരു നൂതന ഓക്സിഡേഷൻ സാങ്കേതികവിദ്യ ബാംഗ്ലൂർ സർവകലാശാല വികസിപ്പിച്ച് നൽകിയിട്ടുമുണ്ട്. ഇനി ടോയ്ലറ്റുകൾ വൃത്തിഹീനമാണെങ്കിൽ നമുക്ക് പരാതിപ്പെടാനായി പ്രത്യേക നമ്പറുകളും ഓരോ ടോയ്ലറ്റിൻ്റെയും മുൻപിൽ എഴുതി വച്ചിട്ടുമുണ്ട്. ഇടവേളകളിൽ വൃത്തിയാക്കുന്നുണ്ടോ എന്ന് ഓരോ ഏജൻസികളും വിലയിരുത്തുകയും ചെയ്യും. ഇവരെ നിരീക്ഷിക്കാനായി ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗവുമുണ്ട്. പ്രയാഗ്രാജിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ പ്രതിദിനം ഏകദേശം 650 മെട്രിക് ടൺ മാലിന്യം സംസ്കരിക്കുന്നുണ്ട്. നനഞ്ഞ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി 350ഓളം സക്ഷൻ മെഷീനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഗംഗാ ശുചീകരണത്തിന് വളരെ മുൻഗണനയാണ് കൊടുത്തിരുന്നത്. നദിയിലേക്ക് തുറന്നുവിട്ടിരിക്കുന്ന ഓടകളിലെ ജലം മാലിന്യവിമുക്തമാക്കിയതിനു ശേഷം മാത്രമാണ് ഒഴുക്കിവിടുന്നത്. ഇതിനായി പ്രയാഗ്രാജ് മുനിസിപ്പൽ കോർപ്പറേഷനും UP ജൽനിഗം ഡിപ്പാർട്ട്മെൻറ്റും ജിയോ ട്യൂബ് സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള താൽക്കാലിക ശുചീകരണ പ്ലാന്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. ഇവിടെ ക്ലോറിനേഷന് പകരം ഓസോണേഷൻ എന്ന സാങ്കേതികവിദ്യയാണ് നടപ്പിലാക്കുന്നത്. അത് ജലജീവികളുടെ നാശത്തെയും തടയുമത്രേ. ഈ ജിയോ ട്യൂബിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ 4 മാസത്തിന് ശേഷം നീക്കം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി മാറ്റുകയും ചെയ്യും. പിന്നീടത് കൃഷിക്കായി ഉപയോഗിക്കാം. അതുപോലെ ഇവിടെ വരുന്നവരിൽ നിന്നും ഒരു വിധത്തിലുള്ള പിരിവുകളും നടത്തുന്നില്ല. പാർക്കിങ്ങും ഫ്രീ ആണ്. കിലോമീറ്ററുകളോളം നീളുന്ന പാർക്കിംഗ് സ്പേസ് ആണ് ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ തന്നെ താൽക്കാലികമായ ബസ് സ്റ്റാൻഡുകളും. ഇവിടെ ആശ്രമങ്ങളിലും സർക്കാർ കേന്ദ്രങ്ങളിലുമൊക്കെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഒക്കെ ലഭ്യമാണ്. ആശ്രമങ്ങളിൽ ചെറിയൊരു ഡൊണേഷൻ കൊടുത്താൽ മാത്രം മതിയാവും. ഇനി VIP ടെൻറ്റുകൾ വേണ്ടവർക്ക് അതും ഉണ്ടായിരുന്നു. കോടിക്കണക്കിന് ആളുകൾ വന്നുപോയ ഇവിടുത്തെ സംവിധാനങ്ങൾ ശരിക്കും പഠനവിധേയമാക്കുക തന്നെ വേണം. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ഓരോരോ രീതികളിലായി വരുമാനമുണ്ടാക്കുന്നത്. വിവിധ ജോലിക്കാർ, കച്ചവടക്കാർ, ശുചിത്വ തൊഴിലാളികൾ, ബൈക്കുകാർ, ഓട്ടോറിക്ഷകൾ, മാല വിൽക്കുന്നവർ, പൂ വിൽക്കുന്നവർ, വെള്ളം കൊടുക്കുന്നവർ, കുറിതൊട്ട് കൊടുക്കുന്നവർ എന്ന് വേണ്ട എന്തൊക്കെ സാധ്യതകളുണ്ടോ ആ രീതിയിലെല്ലാം. എന്നെ കൊണ്ടുപോയ ഒരു ബൈക്കുകാരനോട് ചോദിച്ചപ്പോൾ കുറഞ്ഞത് ഒരു 4000 രൂപയെങ്കിലും ദിവസവും ലഭിക്കുമെന്നാണ് അയാൾ പറഞ്ഞത്. കൂടാതെ ഹോട്ടലുകൾ, ലോഡ്ജുകൾ, ബസ്സുകൾ, ടാക്സികൾ, റെയിൽവേ, വിമാന കമ്പനികൾ ഇവരൊക്കെ ഉണ്ടാക്കുന്ന വരുമാനം തന്നെ എത്രയോ കോടികളായിരിക്കും. ഇവരിൽ നിന്ന് ലഭിക്കുന്ന നികുതികൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സർക്കാർ ഏതാണ്ട് 6000 കോടിയോളം രൂപയാണ് മഹാകുംഭമേളയ്ക്കായി മുടക്കിയിരിക്കുന്നത്. ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയോളമാണത്രേ ഇതിൽ നിന്നും ലാഭമായി ഉണ്ടാവുക. കുംഭമേള എന്നത് ആധ്യാത്മികത മാത്രമല്ല, നല്ലൊരു കച്ചവട തന്ത്രം കൂടിയാണെന്ന് ഈ പറയുന്ന വിഡ്ഢികൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അവസരം മുതലാക്കി ഭരണകൂടം പ്രവർത്തിച്ചു. കഴിവും ശേഷിയുമുള്ള ഭരണാധികാരികൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണിത്. ഉത്തരവിടുക മാത്രമല്ല, മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് മിക്ക ദിവസങ്ങളിലും നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യും. ഇനി ഒരു VIP ഗസ്റ്റ് വന്നാൽ അവരെ സ്വീകരിക്കുന്നതിനും നേരിട്ട് വരും. ഞാനിവിടെ ഉണ്ടായിരുന്ന ദിവസം ആശ്രമത്തിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം പറഞ്ഞതാണ് ഓർക്കുന്നത്. ഇവിടെ സരസ്വതി ഘട്ടിൽ നിന്നും ബോട്ടിൽ സഞ്ചരിച്ചാൽ ത്രിവേണി സംഗമത്തിൻ്റെ മധ്യഭാഗത്ത് പോയി സ്നാനം ചെയ്യാം. അങ്ങനെ ഇവർ സ്നാനം നടത്തി മടങ്ങുന്നതിനിടെ കൂടെയുള്ള മറ്റൊരു യാത്രികന് അസഹ്യമായ നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീഴുന്ന ഒരവസ്ഥയുണ്ടായി. നദിയുടെ മധ്യത്തിലാണ്. 100 കണക്കിന് ബോട്ടുകളാണ് ചുറ്റിനും. അത്രയ്ക്ക് തിരക്കും. ബോട്ട് ജീവനക്കാർ എമർജൻസി വിഭാഗത്തെ അറിയിക്കുകയും ബോട്ടിലെ അപകട സൈറൺ മുഴക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു മിലിറ്ററി ഓപ്പറേഷന് തുല്യമായി ചുറ്റുമുള്ള ബോട്ടുകൾ 4 വശത്തേക്കും വഴിയൊരുക്കി എമർജൻസി ബോട്ടിനായുള്ള വഴിയുണ്ടാക്കി. കഷ്ടിച്ച ഒരു 2 മിനിറ്റ് എവിടെ നിന്നോ ഒരു സ്പീഡ് ബോട്ട് പാഞ്ഞു വന്ന് രോഗിയെയും എടുത്ത് പാഞ്ഞു കഴിഞ്ഞു. ഏത് മേഖലയിലുമുള്ള ക്രമീകരണത്തിൻ്റെ ഒരു ഗുണമാണത്. ഇനി ഒരാളെ കൂട്ടം തെറ്റി കാണാതായാൽ കഷ്ടിച്ച് അരമണിക്കൂറിനകം ആളെ തേടിപ്പിടിച്ച് ബന്ധുക്കളെ ഏൽപ്പിക്കുകയും ചെയ്യും. തീർത്തും പഴുതടച്ചുള്ള ക്രമീകരണം. അവിടെ നിന്നും എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും കേട്ടിട്ടില്ല. ഇവിടെ ഇതുകൂടാതെ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ വേറെയുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണാം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. 1000 നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ 10 കുറ്റങ്ങൾ കാണാനുണ്ടാവും. ടോയ്ലറ്റ് മാലിന്യങ്ങളും ഗംഗയിലെ കോളിഫോം ബാക്ടീരിയയുടെ അളവും വിവസ്ത്രരായ സന്യാസിമാരെയും അധിക്ഷേപിക്കാൻ മാത്രം ഇവിടെ വരുന്നവർക്ക് അത് മാത്രമാണ് കാണാൻ സാധിച്ചത്. ഇവിടെ നിന്നും കിട്ടുന്ന സദ്ഗുണങ്ങളെ ഉദ്ദേശിച്ച് വരുന്നവർക്ക് അത് ലഭിക്കും. ഒരുപാട് നല്ല നല്ല ആളുകളെ പരിചയപ്പെടാം. സാധനാഗുണമുള്ള ഋഷീശ്വരന്മാരെ കാണാം. അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങാം. പണ്ഡിതന്മാരായ സന്യാസിമാരുമായി സംവദിക്കാം. ഇങ്ങനെ എത്രയോ നല്ല കാര്യങ്ങൾ.
2 മാസം കൊണ്ട് 40-50 ലക്ഷം ആളുകൾ മാത്രം വരുന്ന ശബരിമല പോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ പോലും നേരാവണ്ണം വൃത്തിയായി നോക്കി നടത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പോഴാണ് 50 കോടിയോളം ആളുകൾ വന്നുപോയ കുംഭമേളയെ വിമർശിക്കുന്നത്. പറയുന്നവർ അതിന് അർഹതയുണ്ടോ എന്നുകൂടി സ്വയം പരിശോധിക്കണം. പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിലെ പോലെ കാണിക്കവഞ്ചിയും വഴിപാട് വിൽപ്പനയും ഒന്നുമില്ല. ശബരിമല തീർത്ഥാടന കാലത്ത് ഗതാഗതത്തിനും മറ്റുമായി ഇരട്ടിയിലധികം പൈസ ഈടാക്കുന്ന ആ ഒരു നന്മയും നമ്മൾ ഓർക്കണം. ഇവിടെ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാതെ തന്നെ ചിലവാക്കിയ പൈസയുടെ ഇരട്ടിയിലധികം തിരിച്ചു പിടിക്കാൻ ഭരണകൂടത്തിനറിയാം. അതുപോലെ ചില മാധ്യമങ്ങൾ ഇവിടുത്തെ ട്രാഫിക് ജാമിനെ വിമർശിക്കുന്നതും കേട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ ട്രാഫിക് ജാമാണത്രേ, ജനങ്ങൾ കഷ്ടപ്പെടുകയാണത്രേ. ഇതൊക്കെ സഹിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഓരോ ഭക്തരും ഇങ്ങോട്ടേക്ക് എത്തിയത്. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യസംഗമം നടക്കുന്ന സ്ഥലത്ത് അതുപോലെ തന്നെയുള്ള ട്രാഫിക് ജാമും ഉണ്ടാവും. ഇതൊക്കെ കണ്ട് വിമർശിക്കുകയും കുശുമ്പ് കാണിക്കുകയും ചെയ്യാതെ അംഗീകരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സമ്മേളനമായിരുന്നു ഇത്. അതിനെ വിമർശിക്കുന്നവർ രാജ്യദ്രോഹത്തിന് തുല്യമായ കുറ്റം തന്നെയാണ് ചെയ്യുന്നത്. താമസിച്ചാണെങ്കിലും ഈ ഒരു മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷത്തോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കൂടുതൽ കാഴ്ചകളുമായി അടുത്ത അധ്യായത്തിൽ കാണാം.